ഞാൻ വീട്ടിൽ പോവാ. എന്താ പെട്ടെന്ന്? കുറേ ആയില്ലേ ഇവിടെ, മടുത്തു. ഹലോ. ഇല്ല അമ്മ, പറയും. സ്ഥലം വിൽക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതേപ്പറ്റി നീ ആ ഒന്നും സ്ഥലം പറഞ്ഞില്ലല്ലോ. വിൽക്കുന്നതല്ലേ അമ്മ നല്ലത്. ഇതിൻ്റെ ഇടയിൽ ഇനി അത് ആര് നോക്കാനാ? നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരുണ്ടാക്കിയ മണ്ണല്ലേ. നീ ഇങ്ങ് വന്ന് നിന്നാ നമുക്ക് നോക്കിക്കൂടെ അതെല്ലാം? അവിടെ വന്നിട്ട് എന്തിനാ? കൃഷി ചെയ്യാനോ? കൃഷി ചെയ്തിട്ട് ഇപ്പം എന്ത് കിട്ടാനമ്മ? നീ കളിച്ചു വളർന്ന മണ്ണല്ലേ മോളെ അത്. പെട്ടെന്ന് അങ്ങ് വിൽക്കാൻ മനസ്സ് വരുന്നില്ല. അമ്മ ഈ പുരാണം നിർത്തിക്ക്. എനിക്കിവിടെ കുറേ ജോലിയുണ്ട്. പിന്നെ വിളിക്കാമ്മ. എടാ, എന്താടാ പ്രശ്നം? ഒന്നുമില്ല. അമ്മ വിളിച്ചിട്ട് നാട്ടിലൊരു കാര്യം പറയുക. ഞാൻ പറഞ്ഞില്ലേ മറ്റേ സ്ഥലം, നമ്മുടെ പറമ്പിൻ്റെ അപ്പുറത്തുള്ള, അത് വിൽക്കുന്ന കാര്യം പറയായിരുന്നു. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? അത് വിൽക്കുന്നേ നല്ലത്. അല്ലെങ്കിൽ ഇനി അത് കാര്യം നോക്കി നടത്താൻ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളത് വിൽക്കണ്ടെന്നുള്ളതാ. നിങ്ങൾക്ക് എവിടെയെങ്കിലും കൃഷി നടത്തിക്കൂടെ? എന്തേ പറയുന്നേ? ആ പറമ്പൊക്കെ ഇനി ആര് നോക്കിയെടുത്താൻ? ഹലോ മാം. Ma'am, let me explain. I don't need your explanation. ഈ സാലറി കൂട്ടാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും വക്കീൽ കാണിച്ചില്ലല്ലോ. മാം, പ്രോജക്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നായിരിക്കും. ഞാൻ നമുക്ക് റീചെക്ക് ചെയ്യാം. എനിക്ക് ഒന്നും കേൾക്കണ്ട. ഇനി കോൾ എടുക്കുന്നതിന് എനിക്ക് വേറെ എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. മാം സോറി. ഹലോ. ഹലോ മാം. എടാ, മടുത്തു. ഒന്നും ശരിയാവണില്ല. ചെയ്യുന്നൊക്കെ എന്തൊക്കെയോ ആവുക. എന്നാ നീ 2 ദിവസം നാട്ടിൽ പോയി നിൽക്ക്. എന്തായാലും ആ സ്ഥലം വിൽക്കാൻ പോവല്ലേ. നാട്ടിൽ പോകണം. ശരി, നീ പൊക്കോ. എൻ്റെ മോക്ക് വലുതാവുമ്പോൾ ആരാവണം? എനിക്ക് വലുതാവുമ്പം മുത്തശ്ശിനിയും പോലെ ആയാൽ മതി. ട്രെയിൻ നമ്പർ 1026 എറണാകുളം മധുഗാവ് സൂപ്പർഫാസ്റ്റ് It's a new world out there, go make it. Doesn't it matter? Reach out for the stars and fly. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. മലച്ചെണ്ടിലോരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാനാകും നീതോരോ മോഹം, ഓരോ വർണ്ണം, ആരാരോ പാടുവതാതെ നീഹാരാത്രരാഗം. അറിയാമോ പിറാക്കളെ, ഇന്നിനിയൻ ജീവിതം പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം. It's a new world out there. അമ്മ, രാഘവ മാമനോട് പറയണം ആ സ്ഥലം വിൽക്കണ്ടെന്ന്. നമ്മുടെ സ്ഥലമല്ലേ, അതവിടെ ഇരിക്കട്ടെ.